ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ വീഡിയോ പറഞ്ഞാൽ ഇന്ന് ട്രിപ്പും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഓരോ ആൾക്കാർ കമൻ്റായിട്ടും യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റേതായ കുറച്ച് മറുപടികൾ കൊടുക്കാനാട്ടോ. അതായത് ഓരോരുത്തർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ ഈ കമൻറ്റ് ചെയ്യുന്നവർക്കും നമുക്ക് മെസ്സേജ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ കഴിയണമെന്നില്ല ഒരു ടൈമിൽ. കാരണം നമുക്കിത് വണ്ടി ഓടിക്കണം, അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു ടൈമിലാണ് ഈ യൂട്യൂബ് വീഡിയോ ഇടുന്നതും നമ്മൾ ഈ കമൻറ്റ് ഇടുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കമൻറ്റ് റീപ്ലൈ കൊടുക്കുന്നതൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ നമ്മളൊരു ഇതിലിങ്ങനെ വന്നപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്, കുറേ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ അതിനേതൊക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യണത്. കാരണം വലിയൊരു സംഭവം നമുക്ക് അറിയുന്ന കാര്യം, നമുക്ക് എല്ലാം അറിയൊന്നുമില്ല, നമുക്ക് അറിയുന്ന ഒരു കാര്യങ്ങൾ വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ആൾക്കാർക്ക് ഷെയർ ചെയ്യാണ് നമ്മളോട് അറിയുന്ന മാതിരി. അപ്പോൾ നമ്മളോട് കുറേ ആൾക്കാർ കമൻറ്റിലും ഇൻസ്റ്റഗ്രാമിലും മെസ്സേജായിട്ടൊക്കെ ചോദിച്ചത്, അതായത് റെൻ്റ് വണ്ടി കിട്ടുമോ, അതായത് ബ്രോ ഓടുന്ന റെൻ്റ് വണ്ടിയാണോ അതോ സ്വന്തം വണ്ടിയാണോ എന്നൊക്കെയാണ്. നമ്മൾ ഓടുന്ന ഇപ്പോൾ നിലവിൽ നമ്മൾ ഓടുന്ന വണ്ടി റെൻ്റാണ്, ഓൾട്ടോ ആണ്, 2019 CNG ആണ്, കമ്പനി ഫിറ്റ് CNG ആണ്. പിന്നെ റെൻ്റ് വണ്ടി കിട്ടുമോ വെച്ചാൽ OLXൽ തപ്പിയ റെൻ്റ് വണ്ടി കിട്ടേണ്ടതാണ്. പിന്നെ ഇതുപോലെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ഓരോ മെസ്സേജുകൾ വരും, വണ്ടി ഇന്ന പോലെ വണ്ടി റെൻറ്റിന് കൊടുക്കാനുണ്ട്, അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ കമ്മീഷൻ ബേസിൽ വണ്ടി കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട്, 60%, 40%. അത് എനിക്കത്ര ബെറ്ററായിട്ട് തോന്നിയിട്ടില്ല. അതായത് നമ്മൾ അത്രയും ഓടി ഉണ്ടാക്കിയിട്ട് നമുക്ക് 40 അവർക്ക് 60 ആകുമ്പോൾ ഓണർക്ക് നമുക്ക് അത്ര ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് നമ്മളതിനോട്ട് നോക്കില്ല. മാക്സിമം റെൻ്റ് എടുത്ത് ഓടി നോക്കാം. ഇനിയിപ്പോൾ അതുപോലെ ഒരു ഊബർ ഓടി നോക്കാൻ താല്പര്യമുള്ള ആൾ സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നതിന് മുന്നേ ഒരു 5-6 മാസം റെൻറ്റിന് വണ്ടി എടുത്ത് നോക്കുക. എന്നിട്ട് ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇത് ഓട്ടം ഉണ്ടോ, എങ്ങനെയാണ് ഇവിടുത്തെ ഓട്ടും കാര്യങ്ങളും. അതിനനുസരിച്ച് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി എടുത്താൽ മതി. നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് വണ്ടി എടുത്ത് പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും എമൗണ്ട് അവിടെ ലോസായി പോവാണ്. അപ്പോൾ അതിനും നല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി റെൻ്റ് എടുത്ത് നോക്കാം. ഇനി ഓട്ടം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെൻ്റ് ഒരു 4-5 മാസം ഓടിയിട്ട് റെൻ്റില്ല വണ്ടി കൊടുത്തിട്ട് നമുക്ക് വേറെ പണിക്ക് പോവാം. അതായിരിക്കട്ടെ ഏറ്റവും ബെറ്റർ. സ്വന്തമായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വന്ന് വണ്ടി എടുക്കുന്നതിനേക്കാളും നല്ലത്. പിന്നെ നമ്മളോട് കുറേ ആൾക്കാർ ചോദിച്ചെന്താ വെച്ചാൽ ഊബർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതിനിപ്പോൾ ഓഫീസ് പോകണോ അതോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. ഞാൻ ഓഫീസ് പോയിട്ടില്ല കേട്ടോ ഊബർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. നമ്മൾ മെയിനായിട്ട് ഊബർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് എന്താ വെച്ചാൽ നമ്മളെ ഫോണിൽ തന്നെ ക്രിയേറ്റ് ചെയ്തത്. നമ്മളെ ഫോണിൽ ഊബർ ഡ്രൈവർ ആപ്പ് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പിന്നെ RC പെർമിറ്റ്, ഇൻഷൂർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 48 മണിക്കൂറോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കണക്ക്. പിന്നെ നമ്മൾ ഓടുന്നത് ഫ്ലീറ്റിലാട്ടോ ഓടുന്നത്. അതായത് നമ്മൾ റെൻറ്റിലാണ് ഓടുന്നത്. പക്ഷേ നമ്മൾ ഓടുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളെ ഫ്ലീറ്റ് പാർട്ട്ണർ, അതായത് ഓരോ ഓണർക്ക് 3-4 വണ്ടി മതി. അതായത് ഒന്നിൽ കൂടുതൽ വണ്ടി ഉണ്ടെങ്കിൽ ഫ്ലീറ്റായിട്ട് അവർ കൊടുക്കും. അതായത് ഊബറിലെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓണർമാരെ കൊടുക്കുക. നമ്മളൊരു വീക്കിലി സെറ്റിൽ ചെയ്യണതാണ് അങ്ങനെ. അല്ലാതെ നമുക്ക് റെഗുലറായിട്ട് വണ്ടി റെൻറ്റിന് കിട്ടുന്നുമുണ്ട്. അതായത് റെൻറ്റ് നമുക്ക് തരും, നമ്മൾ തന്നെ അതായത് അതിൽ RCയും കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്യാം. അതായത് ഫ്ലീറ്റ് വഴി ഓടുമ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഫ്ലീറ്റ് വഴി ഓടുമ്പോൾ നമ്മളെ ഫ്ലീറ്റ് പാർട്ട്ണർ, അതായത് നമ്മുടെ ഓണർ നമുക്കൊരു റിക്വസ്റ്റ് വിടും, അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്താൽ അതായത് നമ്മൾ ആ ഫ്ലീറ്റ് പാർട്ട്ണറായിട്ട് നമ്മളെ ഓണറിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുക. പിന്നെ കുറേ ആൾക്കാർ ഞാൻ പറയണേക്കാം ഫ്ലീറ്റിൽ ഓടിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ഓട്ടം കിട്ടും. നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു ധാരണയല്ല. അതായത് ഫ്ലീറ്റിൽ ഓടിക്കഴിഞ്ഞാൽ ഓട്ടം കൂടുതൽ കിട്ടുമോ ഇല്ലയെന്ന്. നമ്മളിപ്പോൾ ഓടുന്ന ഫ്ലീറ്റിനാണ്, പക്ഷേ റെൻറ്റ് നമ്മൾ കൊടുക്കണം. ഊബറിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും നമ്മളല്ല ചെയ്യുക, ഓണർമാരാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് കുറേ ആൾക്കാർ മെസ്സേജ് ചോദിച്ചാണ് മാച്ച് ട്രിപ്പ് എന്താണ്. മാച്ച് ട്രിപ്പ് എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു ലൊക്കാലിറ്റിയിൽ കുറേ, അതായത് ഒരു 10-15 വണ്ടിയോളം, 10-15 വണ്ടി എന്ന് പറഞ്ഞാൽ 2 വണ്ടി മതി. ഒരു വണ്ടിയിൽ കൂടുതൽ ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആ ട്രിപ്പ് പോകും. ഒരുമിച്ച് ആ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ആര് ആ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നു അവർക്ക് ആ ട്രിപ്പ് കിട്ടും. അതാണ് മാച്ച് ട്രിപ്പ്. അല്ലാതെ നമുക്കായിട്ട് പേഴ്സണലി വരുന്ന ട്രിപ്പായിട്ട് വരുന്നുണ്ട് കൺഫർമേഷൻ ട്രിപ്പ്. അത് എടുത്തില്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റിംഗ് റേറ്റിനും കാര്യങ്ങളൊക്കെ ബാധിക്കും. ഈ മാച്ച് ട്രിപ്പ് എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. മാച്ച് ട്രിപ്പ് പെട്ടെന്ന് നമുക്ക് എന്താ വെച്ചാൽ നോക്കിയെടുക്കാൻ കഴിയൂല. നമ്മൾ ചില ടൈമിൽ നല്ല ബ്ലോക്കുള്ള ടൈമിലൊക്കെ നമ്മൾ നോക്കി എടുക്കാറുള്ളൂ. കാരണം മാച്ച് നമ്മൾ
ഈ കുറേ ഡ്രൈവർമാർ അത് എടുക്കാൻ നിൽക്കും മാച്ച് വരുമ്പോൾ ബ്ലോക്കിലെ ടൈമിൽ. കാരണം എന്താ വെച്ചാൽ ബ്ലോക്കിൽ പോയി ഇരിക്കണ്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഊബറിലുള്ളൊരു സാധനമാണ് സർജ് എന്ന സാധനം. അതായത് നമ്മുടെ ഊബറിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ചില ടൈമുകളിൽ ചുമന്നിങ്ങനെ കിടക്കും. അത് എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ ഒന്നാമത് അവിടെ കുറവായിട്ട് കസ്റ്റമർ ബുക്ക് ചെയ്യുന്ന കൂടുതലായിട്ട്, അല്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് ആകുമ്പോൾ അതായത് ഡ്രൈവർമാർ ട്രിപ്പ് എടുക്കില്ല. കുറേ ഡ്രൈവർമാർ ഊബർ ഓഫ് ചെയ്ത് വെക്കും. അതായത് ബ്ലോക്കിൽ കിടക്കണ്ട വിചാരിച്ചിട്ട് സർജായിട്ട് കിടക്കും. അവിടെ ഫെയർ കൂടുതൽ കിട്ടും. അതാണ് സർജിൻ്റെ മെയിൻ കാര്യം. പിന്നെ ഈ ചില സ്ഥലങ്ങളിൽ മാത്രം ഇവർ ഫോക്കസ് ചെയ്ത് സർജ് ഉണ്ടാക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു അത് മാനിപ്പുലേറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ്റെ ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് ഇപ്പോൾ ഈ ചുമന്ന് ഈ സർജായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് പോകും. കാരണം ഫെയർ കൂടുതൽ കിട്ടും, അവിടെ ട്രിപ്പും പെട്ടെന്ന് കിട്ടും. ഇവിടെ നിൽക്കുന്നതിനേക്കാളും പെട്ടെന്ന് അവിടെ ട്രിപ്പ് കിട്ടും. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ പറ്റുന്ന സർജ് വാനിഷായി പോകും. പിന്നെ ഈ CNG മെയിനായിട്ട് നമ്മൾ അടിക്കുന്ന ഓരോ CNG ഫില്ല് ചെയ്യുന്ന ഓരോ ടൈമുകളുണ്ട്. അതിൽ എപ്പോഴും നമ്മൾ CNG ഫില്ല് ചെയ്യാറുമ്പോൾ മാക്സിമം നമ്മൾ കഴിയുന്നതും രാവിലെ നമ്മൾ ഓടാൻ ഇറങ്ങുമ്പോൾ CNG ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഒന്നാമത് പ്രഷറിലെ പമ്പ് പോയി ഫില്ല് ചെയ്യണം. നല്ല പ്രഷർ വേണം. ഒരു 200-ന്റെ മുകളിലോട്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ CNG അടിച്ചിട്ട് കാര്യമുള്ളൂ. 200-ന്റെ ഒരു 150-ന്റെ താഴേക്കൊക്കെ ആണെങ്കിൽ പ്രഷറില്ലാതെ അടിച്ചിട്ട് കാര്യമില്ല. വെറും എയർ മാത്രമേ നമ്മൾ ടാങ്കിലോട്ട് കയറുള്ളൂ. എപ്പോഴും പ്രഷറിലെ പമ്പിലോട്ട് പോയി CNG അടിക്കുക. പിന്നെ അടിക്കുമ്പോൾ എപ്പോഴും ഓടാൻ ഇറങ്ങുന്ന ആ ടൈമിന് അടിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് മൈലേജ് എത്ര കിട്ടും. മൈലേജ് സിറ്റിയിൽ നമുക്കൊരു 200-ന്റെ താഴെ നമുക്ക് ഇതുവരെ മൈലേജ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഈ വണ്ടിയിൽ നമ്മൾ പോയിട്ട് സിറ്റിയിൽ നമ്മൾ ഈ സിറ്റി പോകുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഇതിന് മുന്നേ ഇപ്പോൾ ഒരു കുറച്ച് ദിവസം മുന്നേ നാട്ടിൽ പോയായിരുന്നു. നമ്മളന്ന് നാട്ടിൽ പോകുമെന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. അന്ന് നമ്മൾ 710 രൂപയ്ക്ക് CNG അടിച്ചിട്ട് നമ്മൾ 180 കിലോമീറ്ററോളം നമ്മൾ ഓടി നാട്ടിലേക്ക് എത്തിയപ്പോൾ. അവിടെ വണ്ടി നിർത്തിയപ്പോൾ നമുക്കൊരു 4 ഘട്ട CNG വീണ്ടും നമ്മളെ ഇതിൽ ബാലൻസ് ആണ്. അതായത് സ്ട്രൈറ്റ് റോഡ് ലോങ് പോകുമ്പം അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ സിറ്റിയിൽ കടന്ന് ഓടുമ്പോൾ ഒരു 200-ന്റെ താഴെ നമുക്ക് കിട്ടുള്ളൂ. അതിന് മുകളിലോട്ട് കിട്ടുന്നവരുണ്ടോ നമുക്ക് അറിയില്ല. പിന്നെ നമ്മളോട് കുറേ ആൾക്കാർ എല്ലാവരും ചോദിക്കണ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, എത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ കൊച്ചിയിൽ ഊബർ ഓടിയിട്ട്? എത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ? 5000 ഉണ്ടാക്കാൻ പറ്റുമോ? 10000 ഉണ്ടാക്കാൻ പറ്റുമോ? 20000 ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു മാസം 50000 ബാലൻസ് ആവുമോ? ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് ഞാൻ ഇതിനൊരു മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് വളരെ മോശമാണ് കൊച്ചിയിലെ ഊബറിൻ്റെ അവസ്ഥ. അതായത് ഒന്നാമത് വണ്ടികൾ കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആർക്കും ഇപ്പോൾ ഈ മേഖലയ്ക്ക് വരാം. അതായത് ഒരു ഫോണും ഒരു മാപ്പ് നോക്കാനും അറിയുന്ന ജസ്റ്റ് ഒരു മൊബൈൽ നോക്കാനും അറിയുന്ന ഒരാൾക്ക് ഈ മേഖലയ്ക്ക് വരികയൊക്കെ ചെയ്താൽ ഓടും ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഇത്ര ഏൺ ചെയ്യുക അത്ര ഏൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട ഓട്ടം കിട്ടും. ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ട് നമുക്ക് ഓട്ടം കിട്ടില്ല. പിന്നെ ഒരു ഭാഗ്യമാണ് അതിനെക്കുറിച്ച്. ആ ഭാഗ്യത്തിനനുസരിച്ച് കിട്ടുള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് വന്നൊരു കമൻറ്റ് ഇൻ്റർസിറ്റി കിട്ടാൻ എത്ര നാളാവും എന്നാണ് ഒരാൾ ചോദിച്ചത്. ഇൻ്റർസിറ്റി കിട്ടാൻ ഒരു 100 ട്രിപ്പ് പുതിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 100 ട്രിപ്പ് കഴിഞ്ഞാൽ ഇൻ്റർസിറ്റി ഓണാകുന്നതാണ്. പിന്നെ റെൻ്റൽ കിട്ടാൻ ഒരു 500 ട്രിപ്പ് എന്താണ് കഴിയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് റെൻ്റൽ ഓണാകുന്നത്. പിന്നെ ആൾക്കാർ ചോദിക്കണതാണ് കൊച്ചിയിൽ ഊബർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഓട്ടം ഉണ്ടെങ്കിൽ നല്ല രസം. ഓട്ടം അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു രസമില്ല. ഓട്ടല്ലേ നമുക്ക് മടുക്കൂട്ടോ ഈ പരിപാടി ഇല്ലേ പറഞ്ഞാൽ. പിന്നെ വരുന്നവരോടൊക്കെ പറയാനുള്ളത് നല്ലോണം ഓടാൻ നോക്കുക. അതായത് ഇന്ന് ചിലപ്പോൾ ഓട്ടം ഉണ്ടാവും, പിന്നെ ഒരു ഭാഗ്യം ചിലപ്പോൾ നാളെ ഓട്ടം ഉണ്ടാവില്ല, ചിലപ്പോൾ 2 ദിവസം ഒരാഴ്ച ചിലപ്പോൾ കണ്ടിന്യൂസ് ഓട്ടം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഒരാഴ്ച ഒരു മാസം ഓട്ടമില്ലാത്ത അവസ്ഥയെ. അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് നല്ലോണം ആലോചിക്കുക. സ്വന്തമായിട്ട് വണ്ടി എടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് വണ്ടി എടുക്കുക. റെൻറ്റിന് വരുന്ന പോലെയല്ല. റെൻറ്റിന് വന്നാൽ നമുക്ക് വേണ്ട റെൻറ്റിൻ്റെ വണ്ടി അവിടെ കൊടുത്തിട്ട് നാട്ടിൽ പോവാം. പിന്നെ നമ്മളിവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ നോക്കണം. സ്വന്തമായിട്ട് വണ്ടി എടുക്കണമല്ലോ അതും നോക്കുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നോക്കട്ടെ, നമ്മളെന്തായാലും ഇനി നാളെ മുതൽ ഊബർ ഓടാൻ തുടങ്ങി. വീഡിയോ ഇനിയിപ്പോൾ ലെങ്ത്ത് കൂടിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. അപ്പം നമ്മൾ ചോദിച്ചതിലൊരു മറുപടിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പിന്നെ എന്തായാലും നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പുതിയ വീഡിയോകൾ വരും. നമ്മളെ അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് പിന്നെ വീഡിയോ ഇടാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും
പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതാണ്. നമ്മൾ ഏണിങ്സിൻ്റെ വീഡിയോ ഉണ്ടാവും, കസ്റ്റമർ എക്സ്പീരിയൻസ് വരുന്നുണ്ടാവും, ചലഞ്ചിങ് വരുന്നുണ്ടാവും. അങ്ങനെ ഓരോ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.